ഹരി സാർ, ഈ കേരളത്തിൽ വ്യാപകമായി കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പണ്ടൊക്കെ കൊലപാതകങ്ങളെ പറ്റി കേൾക്കാറുണ്ട്, അതിക്രമങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇത് അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് മാരകമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സ്വന്തം കുടുംബത്തിലെ 5 പേരെയാണ് അതിമൃഗീയമായി ഒരു യുവാവ് കൊന്നുകളഞ്ഞത്. അതുപോലെ തന്നെ സ്വന്തം പിതാവിനെ കഴുത്തറത്ത് കൊല്ലുന്നു, കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലുന്നു, അതുപോലെ തന്നെ റോഡിൽ വെച്ച് വെട്ടിക്കൊല്ലുന്നു തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇതിൻ്റെയൊക്കെ പുറകിലേക്ക് പോകുമ്പോൾ ഒരു പ്രധാന കാരണമായിട്ട് പോലീസും അതുപോലെ തന്നെ ഏജൻസികളും വിലയിരുത്തുന്നത് കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ സാധ്യതകളിലേക്കാണ്. ഇത് വലിയ രീതിയിലുണ്ട്. ഇപ്പോൾ മയക്കുമരുന്ന് യുവാക്കളെ എല്ലാം തന്നെ, അതായത് ഒരു പരിധിവരെ വലിയ തോതിൽ യുവാക്കളിലേക്ക് മയക്കുമരുന്ന് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് ഇപ്പോൾ ഒരു അമിത സ്വാതന്ത്ര്യം, ഇതെൻ്റെ ചോയ്സാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയും ഇത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പക്ഷേ ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പേരിനൊന്നോ രണ്ടോ ആളുകളെ പിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക്, എല്ലാം ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക്, നമ്മൾ പേടിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് സാർ കേരളത്തിലെ ഗവൺമെൻറ്റിന് ഇത് കൃത്യമായി തടയാൻ കഴിയാത്തത്? ശരിക്കും 2014-15 തൊട്ടുള്ള പിന്നെ ഈ 2025 വരെയുള്ള കാലഘട്ടം എടുത്താൽ കേരളത്തിലെ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണത്തിൽ ക്രമാനുഗതമായിട്ട് വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ സാമൂഹിക ജീവിതത്തെ ഭീകരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേർന്നത് ഈ അടുത്ത കാലത്താണ്. അതുകൊണ്ടാണ് നമ്മളുടെ ശ്രദ്ധയിൽ അതിപ്പോൾ പെട്ടത്. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ, ഈ 2025 തുടങ്ങിയതിന് ശേഷം കേരളത്തിൽ 3 കൂട്ടക്കുരുതിയാണ് ഉണ്ടായത്. അതിൽ തുടക്കം ചേന്ദമംഗലം, എറണാകുളം ജില്ലയിലെ വടക്കൻ പരവൂരിലുള്ള ചേന്ദമംഗലത്തു നിന്നാണ്. അവിടെ 3 പേരെ ഋതു ജയൻ എന്ന് പറയുന്ന ഒരു കൊലപാതകി അതിനിഷ്ഠൂരമായി അയൽക്കാരെ കൊല്ലുകയാണ്. ഇയാള് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് പോത്തുണ്ടി, പാലക്കാട് ജില്ലയിലെ പോത്തുണ്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അടുത്ത കൊലപാതകം നടന്നത്. ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളും അയൽക്കാരെ 3 പേരെ മൃഗീയമായിട്ട് കൊന്നു. അയാൾക്ക് കൂടുതൽ പേരെ കൊല്ലാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല എന്നാണ് പറയുന്നത്. അതിന്റെ ഒക്കെ ഭീകരതയെ കവച്ചു വെക്കുന്ന ഒരു കൊലപാതക പരമ്പരയാണ് തിരുവനന്തപുരത്ത് നടന്നത്. അവിടെ 5 പേര് കൊല്ലപ്പെട്ടു. 6ാമത് ഈ വ്യക്തിയുടെ അമ്മ ദയനീയമായ ഒരു അവസ്ഥയിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒരു നൂൽപാലത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണവുമായി മല്ലിടിച്ചുകൊണ്ട് ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ICUവിൽ കിടക്കുന്നു. ഇപ്പോഴാണ് നമ്മുടെ മനസ്സ് ഞെട്ടിയത്. ഇത് ഈ നാളുകളായിട്ട് ഇവിടെ ഉണ്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 11-ാം തീയതി നിയമസഭയിൽ ഇത് ചർച്ച നടക്കുമ്പോൾ സംസ്ഥാന എക്സൈസ് മന്ത്രി MB രാജേഷ് അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് കേരളത്തിൽ 2024-ൽ 24,517 മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട NDPS ആക്ട് അനുസരിച്ചുള്ള കേസും അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. 60 കോടി രൂപയുടെ ഒരു വില വരുന്ന മയക്കുമരുന്ന് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ പിടിച്ചെടുത്തിട്ടുള്ളൂ. ഇതേതാണ്ട് വലിയ കാര്യം പോലെ മന്ത്രി പറയുന്നത്. മന്ത്രി പറയുന്നത് ഇവിടെ കേസുകൾ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിലും അളവിൽ കുറവാണെന്ന്. അങ്ങനെയല്ല. തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിച്ചാല്, ഈ പോലീസും പിടിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ട് കുറവ് മയക്കുമരുന്ന് പിടിച്ചെടുത്തതായിട്ട് രേഖപ്പെടുത്തിയാൽ ശിക്ഷ കുറയും. അതുകൊണ്ടല്ലേ മയക്കുമരുന്ന് പിടിച്ചെടുത്തത് കുറഞ്ഞിരിക്കുന്നത്, 60 കോടി രൂപ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ എന്ത് തെളിവാണുള്ളത്? പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരു പ്രതിപക്ഷം ഉണ്ടല്ലോ, അവര് നിയമസഭയിൽ വേണ്ട രീതിയിൽ ചോദിച്ചില്ല. ഇനി നമുക്ക് അടിസ്ഥാന ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. പാർത്ഥൻ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് സർക്കാർ പല വിധത്തിൽ ശ്രമിച്ചിട്ടും ഈ മയക്കുമരുന്നിന്റെ ലോബിയെ തകർക്കാൻ പറ്റാത്തത്? വളരെ ലളിതമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആരും സംസാരിക്കുന്നില്ല. ഇംഗ്ലീഷിൽ ഇതിനൊരു പ്രയോഗമുണ്ട്, എലഫന്റ് ഇൻ ദ റൂം എന്ന് പറയും. അതായത് നമ്മൾക്കെല്ലാം ഒരു കാര്യം അറിയാം, പക്ഷെ നമ്മൾ ആരും സംസാരിക്കാൻ തയ്യാറല്ല. കേരളത്തിലെ മയക്കുമരുന്ന് കച്ചവടം എന്ന് പറയുന്നത്, അതിനെ ഒരു ക്രൂരനായ ചെന്നായായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ
അതിന്റെ 4 കാലുകൾ എന്ന് പറയുന്നത്, ഒന്ന് തീവ്രവാദം, റാഡിക്കൽ ഇസ്ലാം, അത് തന്നെയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇവിടെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും അടങ്ങുന്ന ഒരു നെക്സസ്, അതായത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും, ഇവരുടെ ഒന്നും പിന്തുണയില്ലാതെ കേരളത്തിൽ ഇത്രയധികം മയക്കുമരുന്ന് ഒന്നും അറിയില്ല. അതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞ കുഴൽപ്പണം. ഈ മയക്കുമരുന്ന് വാങ്ങിക്കാനായിട്ട് ബാങ്ക് വഴിയല്ലല്ലോ പണമൊന്നും കൊടുക്കുന്നത്. നിങ്ങൾ മയക്കുമരുന്ന് വാങ്ങിക്കാനായിട്ട് പിന്നെ ജിപേയോ അതല്ലെങ്കിൽ പിന്നെ പേടിഎമ്മോ ഒന്നും വഴിയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത് കുഴൽപ്പണം വഴിയാണ് ഇതിന്റെ ഇടപാട് നടക്കുന്നത്. അപ്പൊ കുഴൽപ്പണമാണ് മൂന്നാമത്തത്. നാലാമത്തെ, ഇതിൽ നിന്നുള്ള ലാഭം എവിടാണ് നിക്ഷേപിക്കുന്നത്? ഇതൊരു ബിസിനസ് ആണെങ്കിൽ അതിന്റെ ലാഭം എവിടെയെങ്കിലും നിക്ഷേപിക്കും. ആ നിക്ഷേപിക്കുന്ന എവിടെയാണ്? അവിടെയാണ് കേരളത്തിലെ സ്വർണ്ണക്കടത്ത്. ഈ 4 മേഖലയിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. ഈ 4 മേഖലയിലായിട്ടാണ് ഈ മയക്കുമരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മയക്കുമരുന്ന് പിടിക്കുന്ന ഈ ഇങ്ങേയറ്റത്തെ കണ്ണികളായ കുറച്ചുപേരെ ഈ കഴിഞ്ഞ അടുത്ത സമയത്ത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു, അദ്ദേഹം മനോരമയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ ഞാൻ അതിന്റെ താഴെ പോയി കമന്റ് ചെയ്തിരുന്നു. അതായത് നിങ്ങൾ ഈ 4 ഘടകങ്ങളെ നിങ്ങൾ പ്രതിരോധിക്കാതെ നിങ്ങൾക്ക് മയക്കുമരുന്ന് കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ പറ്റില്ല. നിങ്ങൾ ഇനി എത്ര പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും, നിങ്ങൾ ഇനി എന്തൊക്കെ നടപടിയെടുത്തു എന്ന് പറഞ്ഞാലും, നിങ്ങൾ റാഡിക്കൽ ഇസ്ലാമിനെ കൺട്രോൾ ചെയ്യാതെ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ കൺട്രോൾ ചെയ്യാതെ നിങ്ങൾക്ക് മയക്കുമരുന്ന് കച്ചവടം കേരളത്തിൽ നിർത്താൻ പറ്റില്ല. ഇതിപ്പോ ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പരാമർശം നടത്തിയത്? ഞാനല്ല ഇത് ആദ്യം നടത്തുന്നത്. 2018 ഏപ്രിൽ 17 കൊച്ചിയിൽ ഒരു പത്രസമ്മേളനം ഇന്ത്യൻ നേവി നടത്തി. ആ ഇന്ത്യൻ നേവിയുടെ, അത് നിങ്ങൾ പിന്നെ ഒരു ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ആ ഇന്ത്യൻ നേവിയുടെ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, സ്പോയിൽസ് ഓഫ് ഡ്രഗ് ട്രേഡ് ഇൻ കേരള ഗോസ് ടു സ്ട്രെങ്തനിങ് റാഡിക്കലൈസേഷൻ എന്നാണ് പറഞ്ഞത്. അതായത് കേരളത്തിലെ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ലാഭം പോകുന്നത് ഇവിടെ തീവ്രവാദം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് ആയിരുന്ന മൈത്രിപാല സിരിസേന ഈസ്റ്റർ ബോംബിങ്ങിന് ശേഷം അദ്ദേഹം കൊളംബോയിൽ ഒരു പത്രസമ്മേളനം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഈ ശ്രീലങ്കയിലെ ഈ പറഞ്ഞ സ്ഫോടന പരമ്പരകളുടെ പിന്നിലുള്ളത് മയക്കുമരുന്ന് ലോബിയാണെന്നത്. അപ്പോ മയക്കുമരുന്ന് കച്ചവടവും തീവ്രവാദവുമായി അനിഷേധ്യ ബന്ധമാണ്. അത് മുറിച്ചു കളയാൻ പറ്റാത്ത പുൽക്കൊടി ബന്ധമാണ്. കാരണം നമുക്കറിയാം, മയക്കുമരുന്ന് കച്ചവടം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിലെ മയക്കുമരുന്ന് കച്ചവടം ആരാണ് നിയന്ത്രിക്കുന്നത്? താലിബനാണ്. സിറിയയിലും ഇറാഖിലും നടന്ന മയക്കുമരുന്ന് കച്ചവടം ആരായിരുന്നു നിയന്ത്രിച്ചിരുന്നത്? അത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്, ISIS ആണ്. വടക്കേ ആഫ്രിക്കയിൽ നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടം ഇന്നും അൽ-ഖ്വയ്ദയുടെ ഘടകങ്ങളാണ് നിയന്ത്രിക്കുന്നത്. എങ്ങനെയാണ് തീവ്രവാദ പ്രവർത്തനത്തിന് ധനം കണ്ടെത്തുന്നത്, ഫണ്ടിങ് നടക്കുന്നത്? മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെയാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ മറ്റൊരു ഘടകത്തിലേക്ക് ഞാൻ വരികയാണ്, അതായത് കുഴൽപ്പണം. ഇന്ന് കേരളത്തിൽ എത്ര കോടി രൂപയാണ് കുഴൽപ്പണമായിട്ട് കേരളത്തിൽ ദൈനംദിനം മറിയുന്നത്? പിന്നെ ഏതാണ്ട് ഒരു 2-3 വർഷത്തിന് മുമ്പ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കേന്ദ്ര സർക്കാരിന് ഒരു റിപ്പോർട്ട് കൊടുത്തു. അതിൻ പ്രകാരം കോഴിക്കോട് ജില്ലയുടെയും വയനാടിന്റെയും ഇടയ്ക്കുള്ള കൊടുവള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, കേരളത്തിലെ ഹവാലയുടെ തലസ്ഥാനമാണ് കൊടുവള്ളി എന്നാണ് പറയുന്നത്. ഈ കൊടുവള്ളിയിൽ ഒരു മാസം നടക്കുന്ന ഏതാണ്ട് 5000 കോടി രൂപയോളം ആണ് പിന്നെ ഹവാല പണം വന്ന് മറിയുന്നതെന്നാണ്. ഇവിടെ കോഴിക്കോട് ജില്ലയിലുള്ള 2 ഇടതുപക്ഷത്ത് നിൽക്കുന്ന 2 MLA ഹവാലയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. ഞാൻ തൽക്കാലം പേര് പറയുന്നില്ല. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിട്ടിരുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഹവാല കേസുകളുമായിട്ട് ബന്ധമുണ്ട്. ഹവാല ഇടപാട് വേണ്ടെന്ന് പറയാനുള്ള ധൈര്യം, ഹവാല ബന്ധമുള്ളവരെ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ വെക്കില്ല എന്ന് പറയാനുള്ള ധൈര്യം UDF-നോ LDF-നോ കേരളത്തിലുണ്ടോ? ലീഗുമായിട്ട് ബന്ധപ്പെട്ട, മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട എത്രയോ ആൾക്കാർ ഇതുമായിട്ട് ബന്ധമുണ്ട്. കേരളത്തിലെ ചില MLA ഈ പറയുന്ന മണി ലോണ്ടറിങ്ങിന് ഒരു MLA, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു MLA-യുടെ ബന്ധുവിനെ സൗദി അറേബ്യയിൽ അറസ്റ്റ് ചെയ്തിരുന്നു, തടഞ്ഞു വെച്ചിരുന്നു.
ഇവിടുത്തെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നതാണ്. ഈ പ്രശ്നം എന്താണെന്ന് അറിയാമോ? പത്രങ്ങളൊക്കെ ഈ ഇൻഡിവിജ്വൽ ആയിട്ട് വാർത്തകൾ കൊടുക്കും, പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ പത്രങ്ങൾ തയ്യാറാവില്ല. ഈ അടുത്ത കാലത്ത് മാതൃഭൂമി തിരുവനന്തപുരത്ത് അവരുടെ പുസ്തകോത്സവത്തിൽ ഒരു ചർച്ച നടന്നു. ചർച്ചയിൽ പങ്കെടുത്ത രണ്ടുപേരും ഇടതുപക്ഷക്കാരാണ്. ഒന്ന് ശ്രീകണ്ഠൻ നായർ, ഒന്ന് ടെലിഗ്രാഫിന്റെ എഡിറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത രാജഗോപാൽ. അതെ. ഈ ചർച്ചയിൽ രാജഗോപാൽ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം: എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മയക്കുമരുന്ന് ഉറവിടം തേടി പോകുന്നില്ല? എന്തുകൊണ്ട് അവർ ഒരു സ്പെഷ്യൽ സ്റ്റോറി ചെയ്യുന്നില്ല? ഇത് മറ്റാരെങ്കിലും ആണ് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങള് അത് RSS ബന്ധവും അതുപോലെ തന്നെ മറ്റ് ഹിന്ദു തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ട അതിന് ഇംഗ്ലീഷിൽ പറയും ലോഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും, സജസ്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അങ്ങനത്തെ ചോദ്യം ചോദിച്ച് കേരളത്തിലെ മാധ്യമങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കും ആയിരുന്നു എന്ന് ആരോപണം ഉന്നയിച്ചു. പക്ഷെ ചോദിച്ചത് രാജഗോപാൽ ആയതുകൊണ്ട്, അതായത് ഇന്ത്യയിലെ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരുടെ ഇടയിലെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള മാധ്യമ പ്രവർത്തകൻ. അതുകൊണ്ട് ശ്രീകണ്ഠൻ നായരുടെ വായടഞ്ഞു പോയി. അരി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ശ്രീകണ്ഠൻ നായർ പയവഞ്ഞാഴി, നിങ്ങൾക്കും എനിക്കും അറിയാമെന്നൊക്കെയാണ്. അതിന് ഇംഗ്ലീഷ് സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇതായിരുന്നു ശ്രീകണ്ഠൻ നായരുടെ മറുപടി. അപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാത്തത് എന്നുള്ളതിന് വളരെ വ്യക്തവും കൃത്യവുമാണ് ഈ ലോബിക്ക് സ്വർണ്ണക്കാരുമായിട്ടുള്ള ബന്ധം. കേരളത്തിലെ പല വിഷ്വൽ മീഡിയയുടെയും ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ നിങ്ങൾ നോക്കൂ. അതായത് ആരൊക്കെയാണ് ഇതിനകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് നോക്കൂ. അത് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരായിരിക്കും, അതല്ലെങ്കിൽ തടി വെട്ടുന്നവരായിരിക്കും, വെട്ടി വിൽക്കുന്നവരായിരിക്കും, അതല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വർണ്ണ കടകളുള്ളവരായിരിക്കും, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുള്ളവരായിരിക്കും. അപ്പോ ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് കേരളത്തില് പാർത്ഥൻ എന്നോട് ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് കേരളത്തിൽ സർക്കാർ ഇത്രയൊക്കെ നടപടികൾ എടുത്തിട്ടും കേരളത്തിലെ മയക്കുമരുന്ന് ലോബിയെ നിയന്ത്രിക്കാൻ പറ്റാത്തതെന്ന്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അകത്ത് പോയിട്ട് ഇപ്പൊ ജാമ്യത്തിൽ നിൽക്കുക ശിവശങ്കരൻ. IAS ഉദ്യോഗസ്ഥനായിരുന്നു. എത്രയധികം പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എതിരെയാണ് ഇവിടെ ആരോപണം വന്നത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷം, അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും, ഇതൊന്നും ഏറ്റെടുക്കുന്നതിൽ, അത് മുന്നോട്ട് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്തൊക്കെയോ അവരെ തടയുന്നു, എന്തോ മടിയുണ്ടാവും. ഇതാണ് ഇത് ഇവിടെ വിജയിക്കാത്തതിന്റെ കാരണം. ഇപ്പോഴ് ഇതുവരെ നമ്മൾ പറയുമായിരുന്നു ഈ കേരളത്തിൽ ഈ കേസൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. ഇപ്പൊ അങ്ങനല്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. നിങ്ങൾ ആലോചിക്കേണ്ട, ഇപ്പൊ കൊച്ചിയിലെ കാക്കനാട് എന്ന് പറയുന്ന സബ് ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ തടവുകാരുടെ എണ്ണം, അതിന്റെ ഡീറ്റെയിൽസ് ആരെങ്കിലും വിവരാവകാശ പ്രഭാകരൻ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ വന്നതിന്. കാരണം ഇന്ത്യക്കാരോടൊപ്പം തന്നെ ആഫ്രിക്കക്കാര്, തെക്കേ അമേരിക്കക്കാര്, അഫ്ഗാനികള്, ഇറാനിയൻസ്, പാകിസ്ഥാനികള്, ഇങ്ങനെ എത്ര തരത്തിൽ. ഇപ്പൊ നമ്മുടെ ഏറ്റവും ഒടുവിൽ കാർണവർ വധക്കേസിലെ പ്രതി ഒരു നൈജീരിയൻ സ്ത്രീയെ തല്ലി എന്ന് പറഞ്ഞാണല്ലോ ഇപ്പം. എന്തുകൊണ്ടാണ് ഈ നൈജീരിയക്കാർ കേരളത്തിൽ വന്ന് ജയിലിൽ കിടക്കുന്നത്? അത് എഴുതുന്നില്ലല്ലോ. ഇങ്ങനെ ഇവരെല്ലാം തന്നെ കേരളത്തിൽ വന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മയക്കുമരുന്ന് കേസുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോ കൊക്കൈൻ പോലുള്ള മയക്കുമരുന്നുകൾ പോലും കേരളത്തിലുണ്ട്. അപ്പൊ മന്ത്രി പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഒരു വരി കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. മന്ത്രി പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് അധികം പിടിക്കുന്നില്ല എന്നുള്ളത് 2024 മാത്രമാണ്. ഈ 2019 ഇവിടുന്ന് 200 കോടി രൂപയുടെ MDMA മലേഷ്യയിലേക്ക് കൊറിയർ മുഖാന്തരം അയച്ചിരുന്നു. അത് എക്സൈസ് പിടിച്ചു. എന്നിട്ട് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന തമിഴ്നാട് തൂത്തുക്കുടി എയർപോർട്ടിൽ നിന്നാണ്. അബ്ദുൾ റഹ്മാൻ എന്നാണ് അയാളുടെ പേരെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതുപോലെ തമിഴ് പുലികൾക്ക് വേണ്ടിയിട്ട് മയക്കുമരുന്ന് വ്യാപാരം നടത്തിയിരുന്ന സുരേഷ് രാജിനെ അറസ്റ്റ് ചെയ്യുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. പിന്നെ കേരളത്തിന്റെ തീരത്തു നിന്ന് എത്ര കോടാനുകോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചത്. മിനിക്കോയുടെയും കേരളത്തിന്റെ ഇടയ്ക്കുള്ള കടലിൽ നിന്ന് 30,000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഒരു ബോട്ടിൽ നിന്ന് പിടിക്കുന്നു. ഇറാൻകാര്, പാകിസ്ഥാൻകാര്, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ പിടിച്ചത് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും കൂടെ ചേർന്ന്. കൊച്ചിയുടെ തീരത്തു നിന്ന് 3,000 കോടി രൂപയുടെ പിടിച്ചു. 13,000 കോടി രൂപയുടെ വേറെ പിടിച്ചു. ഇതൊക്കെ 2017 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ എടുത്തു നോക്കിയാൽ കേരളത്തിൽ പിടിച്ച മയക്കുമരുന്നിന്റെ ഒരു മൊത്തം തുക, അതായത് ഒരു വർഷത്തെ മാത്രം എടുത്ത് പറയാതെ മൊത്തം തുക മന്ത്രിയോട് ചോദിച്ചിരുന്നെങ്കിൽ അത് ഞെട്ടിപ്പിക്കുന്ന തുകയായിരിക്കും. കേരളത്തിലെ മാത്രമല്ല, കേരളത്തിന്റെ തീരത്തൂടെ പോകുന്ന ഒരു ബോട്ടിൽ നിന്ന് പിടിക്കുന്നത് അതും കേരളത്തിന്റെ അക്കൗണ്ടിൽ തന്നെ എഴുതണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായിട്ടും സാർ. എന്തായാലും ഒരുപാട് ആളുകളുടെ ജീവിതം തകർക്കുന്ന ഒരു കാര്യം തന്നെയാണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ഒന്നോ രണ്ടോ ആളുകളെ പിടിക്കുക എന്നതിലപ്പുറത്തേക്ക് ഏജന്റുമാരിലേക്കോ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ഒരു നെക്സസിലേക്കും അന്വേഷണം പോകുന്നില്ല എന്ന് അങ്ങ് പറഞ്ഞ കാര്യം വളരെ വളരെ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള വളരെ സീരിയസ് ആയി നമ്മൾ ചിന്തിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു തീവ്രവാദത്തിൻ്റെ എലമെൻ്റുള്ള ഏതെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിൽ തീവ്രവാദം എന്ന് പറയാൻ പോലും പേടിക്കുന്ന, വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ട് അതിൽ ഇടപെടാൻ മടിക്കുന്ന ഒരു എന്താണ് പൊതുബോധമാണ് കേരളത്തിലുള്ളത് എന്നുകൂടെ പറയാതിരിക്കാൻ വയ്യ. അത് നമ്മുടെ തലമുറയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരു വലിയ ഇൻഫർമേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തതിൽ ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.